ഹായ്, നല്ല വെജിറ്റബിൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ ആദ്യം ഒരു പാനിലേക്ക് ഒരു സവാള കുരുകുരാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു പച്ചമുളക് അല്ലെങ്കിൽ 2 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ നല്ല രീതിയിൽ വാടി ബ്രൗൺ കളറാകുമ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതെല്ലാം നമുക്ക് ഇഷ്ടത്തിന് അളവിന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നല്ല വേവിച്ച് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ കുറച്ച് ബീൻസും, ക്യാരറ്റ് ഒരെണ്ണം പിന്നെ ബീട്രൂട്ട് ഒരു ചെറിയ ഒരെണ്ണവും കൂടി ഇട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ പച്ചക്കറി നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വേറെ ഇടാം. വേറൊരു പാത്രത്തിൽ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷമാട്ടോ ഞാൻ പാനിലോട്ട് ഇട്ടിട്ട് അത് വാടി വരുമ്പോഴത്തേക്ക് ഇതുകൂട്ട് തന്നെ കിഴങ്ങും ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ഒരു വാടി വരുമ്പോൾ കിഴങ്ങും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടണേ. കേട്ടോ, ഇത് ഒരു പരുവാകും. കുറച്ച് മല്ലി ഇലയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച്, കിഴങ്ങ് നല്ല രീതിയിൽ ഉടയണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് വേണം. ഉപ്പ് ആവശ്യത്തിന് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് എരിവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടണേ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് അതിനകത്തിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൈദാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പുരട്ടി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലൊന്ന് മിക്സാക്കി നല്ല രീതിയിൽ എടുക്കണം. അതിനുശേഷം നല്ല രീതിയിൽ അത് ആറാൻ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ആറിയതിന് ശേഷം അത് ഇതേപോലെ നല്ല ഷേപ്പിൽ നമ്മൾ റൗണ്ടിൽ എടുക്കണം. ഒരുപാട് കട്ടി കുറയുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. അതെടുത്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ മൈദ കലക്കിയതും പിന്നെ ഒരു പാത്രത്തിൽ ബ്രെഡ് പൊടിച്ചെടുത്തതും കൂടെ എടുത്ത് വെക്കുക. ബ്രെഡ് പൊടിച്ചെടുക്കാമെന്ന് അറിയാമല്ലോ, അത് പൊടിച്ചതും മൈദ കലക്കി വെച്ചതും കൂടെ എടുത്തതിന് ശേഷം വട്ടത്തിൽ ഉണ്ടാക്കിയ മിക്സ് എടുത്ത് മൈദയെ മുക്കിയിട്ട് ആ ബ്രെഡിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് മുരിക്കാനായിട്ട് പാനിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം. മൈദയെ മുക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതൊന്നുമില്ല, നമ്മൾ പരത്തി വെച്ചേക്കുന്ന സാധനം മൈദയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രെഡിനകത്ത് ഫുള്ളായിട്ട് അത് മുക്കി ഒന്ന് എടുത്തതിന് ശേഷം പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ട്, ഒരുപാട് എണ്ണ വേണ്ട, ഒരു നല്ല രീതി എണ്ണ ചൂടായതിന് ശേഷം അത് ഇട്ടിട്ട് മൊരിച്ചെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ഇല്ലാതെ അപ്പുറം ഇപ്പുറം മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ട്ലേറ്റ് കിട്ടും.